അഡ്വക്കേറ്റ് വി എൻ വാസവൻ, ഇതിന് ബി ജെ പിയും നിങ്ങൾക്ക് സഹായകരമായി മാറുകയാണല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞു, ഇപ്പോൾ കെ സുരേന്ദ്രനും ഇതേ കാര്യം തന്നെ പറയുന്നു. ഇതിലെന്ത് ലോജിക്കാണുള്ളത്? ഇവിടെ അന്വേഷണം ഒരു ദിശയിലേക്ക് പോവുകയാണ്, കടകംപള്ളി വരെ ചോദ്യമുനയിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ട്വിസ്റ്റ് ചെയ്ത് കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം. മഞ്ജുഷ, SIT വളരെ സത്യസന്ധവും സുതാര്യവുമായി അന്വേഷണം നടത്തി മുന്നോട്ട് പോകുന്നു എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. പക്ഷെ ഇവിടെ ഏറ്റവും പരമപ്രധാനമായി കാണേണ്ടത്, ആദ്യം ഈ ഫോട്ടോ നമുക്ക് കേരളത്തിലെ പലപ്പോഴും ഓരോ രാഷ്ട്രീയ വിഷയങ്ങളെ സംബന്ധിച്ച് വസ്തുതകളെ മുൻനിർത്തിയാണ് വിശകലനം ചെയ്യുന്നത് എങ്കിൽ, ഇന്നിപ്പോ ചിത്രങ്ങളെയും AI നിർമ്മിത ചിത്രങ്ങളെയും മുൻനിർത്തിയാണ് നാം ഇപ്പോ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഐറണി എന്ന് പറയുന്നത്. നാം ഇപ്പോ കണ്ടുവരുന്നത് ഇത്തരത്തിൽ ആദ്യ ചിത്രങ്ങളുമായി പുറത്തു വന്ന് ആദ്യം വാർത്താ സമ്മേളനം നടത്തിയത് ആരായിരുന്നു? പ്രതിപക്ഷ നേതാവായിരുന്നു. മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന പോറ്റിയുടെ ചിത്രം കാണിച്ചിട്ട് ആ ചിത്രം പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കന്മാരും ഇടതുപക്ഷത്തെയും ഗവൺമെന്റിനെയും ആക്രമിക്കുന്നതിനു വേണ്ടി വല്ലാതെ ഉപയോഗിക്കുകയും, അതിനുശേഷം KPCCയുടെ നിർവാഹക സമിതി അംഗം കൂടിയായിട്ടുള്ള ശ്രീ സുബ്രഹ്മണ്യൻ ഈ ചിത്രം ഉപയോഗിച്ച് ഒരു ഫേസ്ബുക്കിൽ തന്റെ പോസ്റ്റ് ആയി എഴുതി പിടിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ അതേ കാലഘട്ടത്തിൽ 99 കാലഘട്ടത്തിൽ തന്നെ ശ്രീമതി സോണിയാഗാന്ധിയെ പോലെ ഏറ്റവും ഇന്ത്യയിൽ Z+ കാറ്റഗറിയിൽ സെക്യൂരിറ്റി ഉള്ള ഒരു ഇന്ത്യയുടെ ഏറ്റവും പരമപ്രധാനയായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ കാണുന്നതിലേക്ക് കേരളത്തിലെ 2 MP-മാരുടെ സാന്നിധ്യത്തിൽ സ്വർണം കട്ടയാളും സ്വർണം വാങ്ങിയാളും ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ വരുമ്പോൾ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കാനോ അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയുവാനോ പാടില്ല എന്ന് തിട്ടൂരം പ്രഖ്യാപിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു വിധി വൈപര്യമാണ്, അല്ലെങ്കിൽ ഒരു വിരോധാഭാസമാണ് എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം അത് പറഞ്ഞത് BJPയുടെ മുൻ അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ ആയതുകൊണ്ട് അത് BJPയും CPM-ഉം ഏറ്റുപിടിക്കുന്നു എന്നത് ആണ് എന്ന അർത്ഥത്തിൽ അല്ല അതിനെ കാണേണ്ടത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഈ ചിത്രം ഉയർത്തിക്കൊണ്ട് ഈ വിഷയം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് വേണ്ടി വെക്കുന്നു എന്നതായിരുന്നു വസ്തുത. അതിൽ ശ്രീ കെ സുരേന്ദ്രൻ ഏറ്റെടുത്ത രാഷ്ട്രീയം ഉണ്ടാവാം. കാരണം നമുക്കറിയാം 2019 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആകമാനം നാമജപ ഘോഷയാത്ര അടക്കം ഏറ്റെടുത്ത് വലിയ സമരങ്ങൾ നയിച്ച BJPക്കും സംഘപരിവാറിനും ആ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ലഭിച്ച വോട്ടുകളോ വോട്ടുകളുടെ ശതമാനമോ പരിശോധിച്ചാൽ രാഷ്ട്രീയമായി BJPക്കോ സംഘപരിവാറിനോ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. നേട്ടം മൊത്തം ഉണ്ടാക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ കോൺഗ്രസിനും UDF-നുമാണ് എന്ന് ബോധ്യത്തിൽ നിന്നാണ് ഇപ്പോ ശ്രീ കെ സുരേന്ദ്രൻ ഈ വസ്തുത മുന്നിൽ വെക്കുന്നത്. അതാണ് അതിന്റെ യഥാർത്ഥ രാഷ്ട്രീയം. അതായത് രാഷ്ട്രീയ കളിയായിട്ട് അത് മാറിയിട്ടുണ്ട്. അതാണ് താങ്കൾ പറഞ്ഞാൽ അതിന്റെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം. അപ്പോൾ CPM-ഉം അതിന് അനുവാദം നൽകുന്നത് അത് സ്പ്ലിറ്റായി പൊക്കോട്ടെ, അത് UDF-ന് മാത്രമായി അതിന്റെ ഗുണം കിട്ടരുത്, അത് BJP കൂടി ഏറ്റെടുത്തോട്ടെ, അപ്പോൾ അവിടെ UDF വിജയിച്ചു വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ പറ്റുമല്ലോ എന്നുള്ളത് നിങ്ങളുടെയും അജണ്ടയാണ്. ഈ അന്തർധാരയേക്കാൾ നല്ലത് അത് തന്നെയായിരിക്കും, പറയുന്നതായിരിക്കും നല്ലത്. നിശ്ചയമായും ശബരിമല വിഷയം കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയാവുകയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇനി പാർട്ടി ഏതു ഘട്ടത്തിൽ അതിനെ നിഷേധിച്ചാലും ശബരിമല വിഷയം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം പരാജയത്തിന്റെ ഒരു ഹേതു തന്നെയാണ്. അപ്പോ അതിൽ വന്നിരിക്കുന്ന വസ്തുതകളെക്കാളും അപ്പുറം ഇടതുപക്ഷ ഗവൺമെന്റുകൾ എല്ലാ കാലത്തും കേരളത്തിലെ ദേവസ്വം ബോർഡുകളെ സംരക്ഷിച്ചു നിർത്തുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് PK ചന്ദ്രാനന്ദൻ 1967 കാലഘട്ടത്തിൽ ശബരിമലയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ള സുദീർഘമായിട്ടുള്ളതും ഭാവനാത്മകവുമായിട്ടുള്ള വീക്ഷണങ്ങളുണ്ട്. അന്ന് നിലയ്ക്കൽ വരെ റോഡുള്ളൂ. നിലയ്ക്കൽ മുതൽ പമ്പ വരെ റോഡ് നിർമ്മിച്ചത് PK ചന്ദ്രാനന്ദന്റെ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ അയ്യപ്പ ജ്യോതി ഇതര സംസ്ഥാനങ്ങളിൽ ആകമാനം പോയി അയ്യപ്പ ജ്യോതി നടത്തിയത് PK ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലഘട്ടത്തിലാണ്. അന്ന് ഇടതുപക്ഷ ഗവൺമെന്റാണ് കേരളത്തിൽ. ഇനി അതൊന്നും വിലപ്പോവില്ല എന്ന കാര്യം അറിയാമല്ലോ ഇപ്പോൾ, കാരണം അതിനേക്കാൾ വലിയ കാര്യങ്ങൾ പിന്നീട് സംഭവിച്ചു കഴിഞ്ഞു. 2018-19 സംഭവിച്ചു, ഇപ്പോഴും സംഭവിച്ചു. അല്ല, നിശ്ചയമായും 2019 മുതൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷം പുനർവിചിന്തനത്തിന്റെ ഘട്ടത്തിലാണ്. അത് പുനഃപരിശോധിക്കേണ്ട ഘട്ടത്തിൽ തന്നെ അതൊക്കെ പാർട്ടി റിവ്യൂ ചെയ്യും എന്നുള്ളതിന് ഒരു സംശയമുണ്ട്. പക്ഷേ
അതിനപ്പുറം ഇടതുപക്ഷം ശബരിമലയ്ക്ക് ചെയ്തിട്ടുള്ള, ഇടതുപക്ഷ ഗവൺമെന്റുകൾ ശബരിമലയ്ക്ക് ചെയ്തിട്ടുള്ള ഇടതുപക്ഷ ശരി, ഗവൺമെന്റ് രാഹുൽ ഹസൻ പറഞ്ഞ ഒരു കാര്യം, അതൊരു ഫോട്ടോയാണെങ്കിൽ പോലും അതിന്മേൽ അന്വേഷണം വേണമെന്നാണ്.